നിങ്ങളെ നീച്ച് രാവിലെ ആദ്യം ചെയ്യുന്നത് എന്താ? തലകുത്തി ഭർത്താവിന്റെ പേര് താമരാപ്പൻ. വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ. ലെറ്റർ ചലഞ്ചാണ്. കുറച്ച് ഓൾഡ് തന്നെയാണ്, എന്നാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് അവരുടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കാനായിട്ട് തൊണ്ടിക്കുട്ടി ഒരു വിധത്തിൽ സെറ്റപ്പാക്കി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ കറണ്ട് കഴിഞ്ഞാൽ ഒക്കെ കുളാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലെറ്റർ ചലഞ്ച് എല്ലാവർക്കും അറിയുണ്ടാവുമായിരിക്കും, എന്നാലും പറയാം കേട്ടോ. നമ്മളൊരു ലെറ്റർ പറഞ്ഞിട്ട് ഒരക്ഷരം പറഞ്ഞിട്ട് ആ അക്ഷരം വെച്ചിട്ട് നമ്മൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ആൻസർ, ആ അക്ഷരം വെച്ചിട്ട് ആൻസർ പറയാം. അത്രയും ഉള്ളൂ, അറിയുണ്ടാവും. ഞാൻ അത് വെറുതെ പറഞ്ഞതന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടണില്ല, ഓർമ്മ വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ അവളെ കണ്ടിട്ട് ചോദിക്കട്ടെ. ഫസ്റ്റത്തെ ലെറ്റർ വാ വെച്ചിട്ടൊരു മൃഗത്തിൻ്റെ പേര്. വേഗം പറയണം കേട്ടോ, സമയം വേഗം പറയണം. നമ്മൾ ആലോചിക്കുന്നത് ഞാൻ പറയണ സമയത്ത് കേട്ടോ. ഇനി ഇഷ്ടപ്പെട്ടൊരു ഫുഡിൻ്റെ പേര്. വാഴപ്പഴം. ഇഷ്ടപ്പെട്ട സ്ഥലം. വാമനപുരം. അമ്മയുടെ പേര്. വിനീത. പുതിയ അമ്മ. അപ്പൊ 4 ചോദ്യമാണ് കേട്ടോ ഉള്ളത്. 3 ലെറ്ററും 4 ചോദ്യമാണ് കേട്ടോ. 3 ലെറ്റർ പറയുമ്പോൾ 3 അക്ഷരം. ആ 3 അക്ഷരം വെച്ചിട്ട് 4 ചോദ്യം വെച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ ലെറ്റർ വെച്ചിട്ടുള്ള 4 ചോദ്യത്തിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ കേട്ടോ. ഹസ്ബൻഡിന്റെ പേര് മഹേഷ്. ഏട്ടൻ കണ്ടെന്ന് കൊല്ലും. ഉച്ചക്ക് എന്താ കഴിച്ച്? മാങ്ങ. ഇഷ്ടപ്പെട്ട യൂട്യൂബർ. അയ്യോ മാവിച്ചിട്ടോ. എനിക്കറിയില്ല. മാവിച്ചിട്ടോ. മല്ലു ഫാമിലി. ഓ, ഇപ്പൊ ട്രെൻഡ് ആക്കുന്ന ഒരു ഡയലോഗ്. ഇപ്പൊ ഒരു ഡയലോഗ് പറഞ്ഞാൽ മതി. മാഷി. അയ്യോ മാഷേ. നീ പറയുന്നില്ല, അവള് വായത്തോടെ ശരിയാ കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ചിരിക്കാറുണ്ട് എന്ത് ഡയലോഗ്. അപ്പൊ ഞാൻ പറയാം മാഷ് എന്നാ ഈ പറയും ബുദ്ധിയുള്ള ആള്. അപ്പൊ നമ്മളിനി അടുത്ത രണ്ടാമത്തെ റൗണ്ടിലേക്ക് കിടക്കാൻ കേട്ടോ. അപ്പൊ ഇനി അടുത്തത് കേട്ടോ. അടുത്ത അക്ഷരം എന്ന് പറയുന്നത് ക വെച്ചിട്ടാണ്. ക വെച്ചിട്ട് ഫ്രണ്ടിന്റെ നെയിം. കിരൺ. സിനിമ. കക്കും പൂച്ചക്കും കല്യാണം. ക വെച്ചിട്ട് ഇന്ന് എന്ത് ഫുഡാ കഴിച്ച്? കാക്കട മുട്ട. എന്ത് അങ്ങനൊന്നുമില്ല, എനക്ക് എന്തോന്നും പറയാ. കാ വെച്ചിട്ട് തന്നെയാണ്. ഈ രാവിലെ നീച്ച ആദ്യം ചെയ്യണ എന്താ? അയ്യോ പെട്ടു. കുളിക്കാൻ പോവും. ഓക്കെ, അവള് 4 ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് അവൾ എന്നോട് ചോദിക്കും. ലെറ്റർ സാ വേണ്ട, സാ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട മൂവി. പാണ്ടിപ്പട. കുട്ടികൾ എത്ര വേണമെന്നായിരുന്നു ആഗ്രഹം? 10. ഒരു ഫ്രൂട്ട്. പഴം. ഒരു കളറോ? പച്ച. 10. അയ്യോ, പിന്നെ പാവച്ചിട്ട് പിന്നെ 10 തുടക്കം. ഇനി അടുത്തത് ഞാൻ അവളത് ചോദിക്കട്ടോ. ലെറ്റർ സ വെച്ചിട്ട് കേട്ടോ. പുറത്തേക്ക് പോകുമ്പോൾ ഏത് വാഹനത്തിൽ പോകും? സ്കൂട്ടർ. വെച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു ജോലി. എന്ത് ജോലിയാവും കേട്ടോ? സിംഗർ. വെച്ചൊരു ഫ്രൂട്ടിന്റെ നെയിം. സപ്പോട്ട. ഞാൻ വിചാരിച്ചത്. വെച്ചിട്ട് ഒരു ബേർഡിന്റെ നെയിം, പക്ഷിയുടെ നെയിം.
അയ്യോ സൂര്യബി. സാഹചര്യ പക്ഷി വേഗം വേഗം ഒന്നേ. അയ്യോ സാമ്പാറാണോ? എനിക്കറിയില്ല. സാഹചര്യ പക്ഷിയൊന്നും ഇല്ലേ സാധ്യം എന്നാ അത് കുഴപ്പമില്ല. എന്താ പറയുക എന്തെങ്കിലും ആലോചിച്ച് സിംഗപ്പൂർ സിംഹവാല പക്ഷി. സിംഹവാലൻ കുരങ്ങൻ പക്ഷി. അയ്യോ വയറുവേദന എടുക്കണം. അപ്പൊ അങ്ങനെ സാഹചര്യ പക്ഷിയുടെ പേര് കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ ഇനി ഈ അടുത്തിൻ്റെ ചോദിക്കും. ലാസ്റ്റത്തെ ആണെങ്കിൽ മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു കേട്ടോ. ഈ റൗണ്ടോട് കൂടെ കഴിഞ്ഞു. ചാട്ടോ അയ്യോ ഒരു മരം. ചന്ദനം. ചന്ദനമരം. ഹസ്ബൻഡിന് എന്താ ജോലി? ചാണകമരം. ചാണകം വരല്ലോ. അതല്ലാട്ടോ ജോലി. ഒരെഴുത്തുകാരന്റെ പേര്. ചാണക്യൻ. ഒക്കെ ചാണകം ചാന്ന് പറയുമ്പോ ചാണകം മിക്കവാറും ഓർമ്മ വരുന്നുണ്ട്. ഒരു ഫ്രണ്ടിന്റെ നെയിം. ഇതാണ് നല്ല ഒരു ഫ്രണ്ടിന്റെ നെയിം. ചാവച്ചിട്ടോ. ചിത്ര. അതെ ചിത്ര ഒരു ഫ്രണ്ടിന്റെ നെയിം അല്ലേ വേണ്ടത്. ചിത്ര കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി നമുക്ക് ഏട്ടൻ്റെ അടുത്തൊക്കെ പോയിട്ട് ചോദിക്കാട്ടോ ഒരക്ഷരം വെച്ചിട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ചോദിക്കുക. എടി കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ ഏട്ടൻ്റെ അടുത്തും അതുപോലെ തന്നെ അപ്പൂൻ്റെ അടുത്തൊക്കെ ചോദിക്കാൻ പോയിട്ട് കേട്ടോ. അമ്മയുടെ അടുത്തൊക്കെ ചോദിക്കണം എന്നുണ്ട്. പക്ഷെ അതിൽ പറയുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് തരാം. അവൻ്റെ അടുത്തത് അമ്മയുടെ അടുത്താണ് കേട്ടോ ചോദിക്കാൻ പോണ്. അക്ഷരം പറഞ്ഞോളൂ ആദ്യം. ഇയാളെ ചോദിക്കാം നമ്മളെ ചോദിക്ക് അക്ഷരം. ഇനി എന്താ അക്ഷരം ഉള്ളത്? ഒരക്ഷരം പറയടി. വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ട സ്ഥലം? തമിഴ്നാട്. മൃഗത്തിന്റെ പേര്? താവച്ച് മൃഗണ്ടോ? ഇഷ്ടപ്പെട്ട ഫുഡ്? താറാകറി. അമ്മയുടെ പേര്? ഫ്രണ്ടിന്റെ നെയിം. പേര് ഫ്രണ്ടിന്റെ പേര്? ഫ്രണ്ടിന്റെ ചെക്കന്റെ പണി അങ്ങനെയൊന്നുമില്ല. ആരുടെ പേര് വേണമെങ്കിലും ഓർക്കാം. പെണ്ണുങ്ങളുടെ പേരുള്ളതാ തങ്കമ്മ. ഇഷ്ടപ്പെട്ട സിനിമ? താറാട്ടം. ഇന്നെന്താ ഉച്ചക്ക് കഴിച്ച്? നിങ്ങളെ നീച്ച് രാവിലെ ആദ്യം ചെയ്യുന്നത് എന്താ? തലകുത്തി കളർ? തവിട്ട് കളർ. എന്താ തവിട്ട് കളറുണ്ട്. ഇതിന്റെ പുറത്ത് പോകുമ്പോ ഏത് വാഹനത്തിലാ പോവുക? കള്ളു വണ്ടിയില്. തട്ടിക്കൂട്ടുപണി. തട്ടിക്കൂട്ട്. തൊഴിലുറപ്പ്. ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്? തണ്ണിമത്തൻ. പക്ഷി? തവളക്കുട്ടി. ഭർത്താവിന്റെ പേര്? താമരാപ്പൻ. താമരാശമില്ല. സിനിമ ആണോ ഇഷ്ടപ്പെട്ട സിനിമ? എത്ര കുട്ടികൾ വേണമെന്നായിരുന്നു? 1000.
ഒരു ജന്മ 1000. ഹസ്ബൻഡിന് എന്താ ജോലി? ഇങ്ങോട്ട് പൊന്തിയാ അപ്പൊ ഒരാൾ ഇവിടെ ടാങ്ക് കഴുകാണ് കേട്ടോ. നമുക്ക് അവൻ്റെ അതൊക്കെ വല്ല ആമ തലർന്ന പോലെ പുറത്തേക്ക് അവൻ്റെ ചോദിക്കാട്ടോ. അടുത്തത് അവൻ ടാങ്ക് കഴുകിക്കൊണ്ടിരിക്കും. നീക്കടാ ചോദിക്കടി ഒരക്ഷരം ചോദിക്കാണ്ടത്. ഞാൻ ഇയ്യെന്നെ ചോദിച്ചോ? എല്ലാം ചോദിച്ചോ? ചോദ്യങ്ങളൊക്കെ അതിലുള്ള ചോദ്യമൊക്കെ ചോദിച്ചോ? എന്താ അക്ഷരം അക്ഷരം അല്ല എല്ലാ വേണ്ടെന്ന് ഒച്ചക്ക് എന്താ കഴിച്ച്? എന്താ മാങ്ങ എന്നല്ലാരും. അടുത്തത് ഇഷ്ടപ്പെട്ടൊരു മൂവി? മിന്നൽ മുരളി. ഭാവി കുട്ടികൾ എത്ര വേണമെന്ന് ആഗ്രഹം? മാവിന്റെ കുട്ടി 3 ഒരു കളർ? മഞ്ഞ. ഒരു ഫ്രൂട്ട്? മാമ്പഴം. ഒരു മരം? മാവ്. ഓ ചക്കരെല്ലാം കിട്ടുന്നത്. ഒരു ഫ്രണ്ടിന്റെ നെയിം പേര്? മനല്ല മിഥുൻ. ഇനി ചോദിച്ചോ? ഭാവി ഭാര്യയുടെ പേര്? മഞ്ജു വാര്യ. മഞ്ജു വാര്യ ഡയലോഗ് അതാണ്. ഇതിനൊന്നും കിട്ടില്ല. ഇപ്പൊ ഒരു ഡയലോഗ് പറയും. ഇഷ്ടപ്പെട്ട യൂട്യൂബർ? യൂട്യൂബർ മല്ലു. മല്ലു ഫാമിലി മാത്രം ആവച്ചിട്ടുള്ളൂ തോന്നുന്നു. ഞാൻ അടുത്തത് ഒരു എഴുത്തുകാരന്റെ? അതൊന്നും അവൻ കിട്ടില്ല. ഏതിലും എഴുത്തുകാരന്റെ പേര് അറിയാം? മാധവൻകുട്ടി, മാധവിക്കുട്ടി. അത് എഴുത്തുകാരിയാണ്. പറയും. പറഞ്ഞുള്ളൂ. നേരെ ചോദിക്കുന്ന അറിയാം. എന്തേലും അതിലില്ലാത്ത ചോദിച്ചോ? മാവിച്ചിട്ടൊരു സ്ഥലത്തിന്റെ പേര് പറയും. പറഞ്ഞോ. മലപ്പുറം. രാവിലെ നീച്ച എന്താ ആദ്യം ചെയ്യാ? ഏട്ടൻ ഇവിടെ കിടക്കുന്നു കേട്ടോ. ഏട്ടനെ വിളിച്ച് നീപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏട്ടനെ നമുക്ക് ചോദിച്ചു നോക്കിയാ കേട്ടോ. ഒരക്ഷരം പറയും. അക്ഷരം പറയും. എന്തായാലും അക്ഷരം പറയും. ആ വെച്ചിട്ട് ചോദിക്കും ഒരക്ഷരം. ആ അക്ഷരം വെച്ച് ഞങ്ങൾ ചോദിക്കണം. ഇതിനുള്ള എല്ലാ ആൻസർ ഏട്ടൻ പറയണം കേട്ടോ. പെട്ടെന്ന് പറയണം. ആലോചിക്കരുത്. പെട്ടെന്ന് പറയണം. ആ വെച്ചിട്ടൊരു സ്ഥലത്തിന്റെ പേര്? സ്ഥലത്തിന്റെ പേര് വേഗം പറയും. പിന്നെ ആ വെച്ചിട്ട് ഒരു ഭക്ഷണത്തിന്റെ പേര്? ആ വെച്ചിട്ട് ഒരു സ്ഥലത്തിന്റെ പേര്? ആ ശരി. എന്താ ഒരു മൃഗത്തിന്റെ പേര്? അത് ആയാണ് ഞാൻ ചോദിച്ചത്. ഭാര്യങ്കാവോ? ആ ശരിയല്ല. ഒരു പക്ഷിയുടെ പേര്? അതെന്താ ആനപക്ഷി? ആ വെച്ചിട്ടൊരു സിനിമയുടെ പേര്? സിനിമയൊക്കെ പിന്നെ സ്റ്റോക്ക് ആക്കി വെച്ചേക്കാം. അത് നോക്കി. ഫ്രൂട്ട് പറഞ്ഞു. ആ വെച്ചിട്ടൊരു ഫ്രൂട്ടിന്റെ പേര്? അത്തിപ്പഴം. ഇയാളുടെ എന്താ പറഞ്ഞല്ലോ? പിന്നെന്താ ഇതൊന്നൊക്കെ തിരിച്ചു കൊടുത്തു. ആ വെച്ചിട്ടൊരു കളറ്? ആ വെച്ചിട്ട് ഒരു പെണ്ണിന്റെ പേര്? എന്ന് ആ വെച്ചിട്ട് എന്താ പറയാ? ആ വെച്ചിട്ട് എന്തെങ്കിലും ചോദിക്കുക വെച്ചിട്ടാണ് കേട്ടോ. ഇനി എന്താ ഉച്ചക്ക് എന്താ കഴിച്ച്? എപ്പോ? പിന്നെ ആ വെച്ചിട്ട് എന്താ കുട്ടികള് വേണമെന്നുണ്ടാന്നു? ഇവിടെ നമുക്ക് 10 അപ്പൊ എല്ലാത്തിനും ഏട്ടാണ് ആൻസർ കണ്ടിട്ടുണ്ട് കേട്ടോ. ഏട്ടനൊക്കെ വേഗമേ പറയുന്നില്ല. ഞങ്ങളൊക്കെ ആലോചിച്ചിട്ടിരിക്കുന്നു. ഇവിടെ ഒരാൾക്ക് ഫോണിൽ കളിക്കാതെ ഫോണിൽ നോക്കിട്ട് തോന്നും. അപ്പൊ അങ്ങനെ ഏട്ടൻ ജയിച്ചോട്ടെ ഈ ഗെയിമില്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ചിരിച്ചൊരു വഴിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.